ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് പോയത് കരിക്കകത്ത് ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ സംഗീതാർച്ചനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഉത്സവത്തിന് നമുക്കവിടെ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ പോയതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു കുളമുണ്ടായിരുന്നു. കുളത്തിൽ ഇറങ്ങി കാലൊക്കെ നനയ്ക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ കാല് നനച്ച ശേഷം ഞങ്ങൾ അമ്പലത്തിനകത്തോട്ട് കയറി തൊഴുതു, എണ്ണ വാങ്ങി ഒഴിച്ചു. അങ്ങനെ അർച്ചനകളൊക്കെ ചെയ്തു, നേർച്ചകളൊക്കെ ചെയ്തു. ആ കുളത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ വഴുക്കലുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ. നിറച്ച് പായലാണ്. അത് കൂടാതെ കാണാൻ ഒരുപാട് മീനുകൾ, നല്ല ഭംഗിയുള്ള മീനുകളുണ്ടായിരുന്നേ. ചുവപ്പും വെള്ളയും മഞ്ഞ കളറും കറുത്ത കളറും നല്ല മീനുകൾ, ഒരുപാട് മീനുകൾ നീന്തി കളിക്കുന്നതാണ്. നല്ല രസമുണ്ട്. അമ്പലത്തിനകത്ത് പ്രാവുകൾ വന്ന് എന്തൊക്കെയോ കൊത്തി തിന്നുന്നുണ്ട്. നെല്ലോ എന്തൊക്കെ കൊത്തി തിന്നുന്നുണ്ടായിരുന്നേ. അങ്ങനെ ആ വെള്ളം തന്നെ എനിക്ക് കൂടുതലായിട്ട് ആകർഷിച്ചത്. അതിനകത്ത് നിറയെ കുട്ടി കുട്ടി മീനുകളുണ്ടായിരുന്നു, ഒരുപാട് കുട്ടി മീനുകൾ. അമ്മ അത് കണ്ടിട്ട് എന്നെ കിടന്ന് വിളിക്കുകയാണ്, ഓടി വാ പെണ്ണേന്ന്. ഞാൻ പോയപ്പോഴത്തേക്കും മീനെല്ലാം ഓടിക്കളഞ്ഞു എൻ്റെ ഓട്ടം കണ്ട്. അപ്പോഴാണ് മഞ്ഞ കളറും ചുവന്ന കളറും നീല കളറും കറുത്ത കളറും വെള്ള കളറും ഉള്ള ഭീകരമായ മീനുകൾ, അതിൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെ ഒരുപാട് വന്ന് നിറഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരാമ നീന്തി 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 വന്നത്. ആമ ദൂരേന്ന് നീന്തി വന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ കിടന്ന് വിളിച്ചത്, ആ ആമ വന്നേ. പിന്നെ ഒരു വെള്ള കളർ മീൻ ഒരുപാട് എണ്ണം ഉണ്ടായിരുന്നു. അമ്മ പറയണം പ്രാലാണ്, നൊത്തോലിയാണ്, കുഴിമീനാണ് എന്നൊക്കെ പറയുന്നത്. എന്ത് മീനാണെന്നറിയില്ല. ഒരുപാട് വളർത്തു മീനുകളായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആമ നീന്തി വരുന്നത് കണ്ട കൂട്ടുകാരെ, നല്ല രസമുണ്ടായിരുന്നു. ആമ നീന്തി മുങ്ങിയും പൊങ്ങിയും ഒക്കെ നീന്തി വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ വെടിവഴിപാടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ പോയപ്പോഴത്തേക്ക് ആൾ കുറവായിരുന്നു. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി. എല്ലാ നടകളും തുറന്നിട്ടില്ലാത്തത് കാരണം തുറന്ന നടകളൊക്കെ നമ്മൾ തൊഴുതു പ്രാർത്ഥിച്ചു. ശിവൻ്റെ സന്നിധിയിലെല്ലാം ക്ലോസ് ചെയ്തായിരുന്നു. പിന്നെ മീനുകളാണ് കൂടുതൽ എന്നെ ആകർഷിച്ചതുകൊണ്ട് അവിടെ വിട്ട് പോരാനേ തോന്നിയില്ല. മീനുകളൊക്കെ ചന്തം കണ്ട് ഞാനും എൻ്റെ അമ്മമ്മയും ചേച്ചിമാരും ഒക്കെ ഒരുപാട് നേരം അവിടെ നിന്നു. കുറേ നേരം അവിടെയൊക്കെ തൊഴുതു നടന്ന് അവിടെയുള്ള ഭംഗിയൊക്കെ ആസ്വദിച്ചു. വീണ്ടും വെള്ളത്തിലിറങ്ങാൻ കൊതി തോന്നി.